പ്രധാനമായും മുറിച്ചത് ബഹുമാന്യനായ ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണ്. ആ പ്രഭാഷണം ഇവിടെ വെച്ച് നടത്തിയതായതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കാം. എന്താ സംഭവം എന്നറിയോ? ഇവിടെ CM മടവൂരിനെ കുറിച്ച് CM മടവൂർ പടച്ചോനാണ് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആ വിഷയം അവതരിപ്പിച്ച ശേഷം ഹുസൈൻ സലഫി ചോദിച്ചു, എന്ത് ഇയാൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പറയരുത് എന്ന് പറയാൻ മുസ്ലിയാക്കന്മാരെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? കാരണം നിങ്ങൾ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് ഹുസൈൻ സലഫി പിന്നെ കുറെ കാര്യങ്ങൾ പറയണ്ടേ. എങ്ങനെയല്ലേ പഠിപ്പിച്ചത്? എന്താ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹു മടവൂര് പള്ളയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് അല്ല. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങളാ. പക്ഷെ അവിടെ മുറിച്ചു. ശേഷം എന്താ പറയണത്? അല്ലാഹു തആല കൊടുത്ത കഴിവുണ്ടവർക്ക്. അല്ല കാണുന്ന പോലെ കാണുന്നവരാണവര്, അല്ല കേൾക്കുന്ന പോലെ കേൾക്കുന്നവരാണവര്, അല്ല അറിയുന്ന പോലെ അറിയുന്നവരാണവര്. അള്ളാഹുവിന്റെ എല്ലാ കഴിവുകളും അവർക്കുണ്ട്. പക്ഷേ അള്ളാഹിന്റെ കഴിവ് സ്വയം കഴിവാണ്. അവർക്കുള്ള കഴിവ് അല്ല കൊടുത്ത കഴിവാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. CM മടവൂർ മുദബ്ബിറുൽ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. 18,000 ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അങ്ങനല്ലേ? CM മടവൂരിന്റെ കണ്ണെങ്ങാനും ഒരു നിമിഷം തെറ്റിപ്പോയാൽ ആകാശലോകത്ത് വിമാനങ്ങൾ കൂട്ടിയിടിക്കും. എന്തെല്ലാം പറഞ്ഞ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച നിങ്ങള് ഒരാള് മടവൂര് പടച്ചോനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും കുറ്റം പറയാൻ പറ്റുക? കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ? അതാ ചോദ്യത്തിന്റെ മർമ്മം. പക്ഷെ ഇത് അലവിയാണ്. അറമുറിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ബാക്കി ആ പ്രഭാഷണത്തിന്റെ ഭാഗം കേൾക്കി. അതല്ലെങ്കിൽ അടുത്ത വരവിന് സഖാഫി വരുന്നുണ്ടെങ്കിൽ തന്നെ വന്നേ പറ്റൂ. ഇവിടെ വന്നിട്ട് പറയണം, ബാക്കി ഇത്രയും കൂടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ പ്രതീക്ഷ ഇല്ല. അതുകൊണ്ട് എന്താണ് ഹുസൈൻ സലഫി പറഞ്ഞത്, എവിടെയാണ് ഇയാൾ മുറിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം അലവി മുറിച്ച ഭാഗത്ത് കേട്ടോളൂ. 13 കേട്ടോളൂ. ഹുസൈൻ സലഫി പറയുന്നു. ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ, അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറയാത്ത വർത്തമാനമാണ് ഇന്ന് പറയുന്നത്. അറേബ്യയിൽ അബൂജഹലടക്കമുള്ള നിങ്ങളെ ഈ ദ്വീപില് വന്ന് പ്രസംഗിച്ച ആ പ്രസംഗാണ് കേട്ടോ. കേരളത്തിൽ പ്രസംഗിച്ചല്ല കേട്ടോളൂ. മുശ്രിക്കുകൾ പോലും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ ഒരൊറ്റ മുശ്രിക്കും അള്ളയല്ലാതെ വേറൊരു പടച്ചവനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ ഇന്നതാ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ പ്രബോധനം നടത്തുമ്പോൾ അതിനെ തടയിടാൻ വരുന്ന കമ്പനികളില്ലേ, ആ മുസ്ലിയാക്കന്മാരില്ലേ, അവരിന്ന് എവിടെ എത്തി? മടവൂരാണ് ഞങ്ങളെ പടച്ചോരെന്നവര് പറഞ്ഞു. അവര് പാടി പറഞ്ഞു തുടങ്ങി, ഞങ്ങളെ പടച്ചോൻ മടവൂര് തന്നെയാണ്. റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത്, ആരുണ്ടടോ അള്ളയല്ലാതെ പടച്ചവനാരുണ്ട്? സർവ മുസ്ലിമീങ്ങളും സർവവിശ്വാസികളും ലോക ജനത മുഴുവനും അള്ളാഹു മാത്രമാണ് പടച്ചവനെന്നല്ലാതെ മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടി ചൊല്ലി, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിഞ്ഞോളി എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പോലെ ലോകത്തിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന വാശിയിലെത്തി. ഹൂ അല്ലാഹ് എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്? മടവൂര് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാന്ന് പറയാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? ഏത് മുസ്ലിയാന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക? കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ്. അവിടെ നിർത്തി. അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ മുറിച്ചു. നീ എന്താ സമൂഹത്തെ പഠിപ്പിച്ചത് പറയാൻ പോവാണ് ഹുസൈൻ സലഫി. അവിടെയാണ് അലവി സഖാഫി മുറിച്ചത്. എന്താ സഖാഫി പറഞ്ഞത്? പച്ചക്കള്ളം. എന്നാ ആ പച്ചക്കള്ളങ്ങളെ എത്ര കാലത്ത് പറഞ്ഞോ നിങ്ങളെ തലേക്കിന് തരികയാണ് ഞാൻ.
ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെന്താ ചോറല്ലേ തിന്നണത്? ഞങ്ങൾ ചോറല്ലേ തിന്നണത്. പക്ഷെ 3ന്റെ 7ന്റെ ആണ്ടിന്റെ ഹറാമിന്റെ വിദ്യാർത്ഥി ചിന്തി ചുരുക്കിന്റെ അല്ല നന്നായി സമ്പാദിച്ചിട്ടാ തിന്നത്. ആ വ്യത്യാസം ഞങ്ങൾ ഇങ്ങനെ തീറ്റയിലുണ്ട്. അലൈഹി സഖാഫിനോടാ പറയുന്നത്. മനസ്സിലായില്ലേ? ഇതിങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും മുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പച്ചക്കള്ളം. ഇതാണ് ഹുസൈൻ സലഫി, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ പറഞ്ഞിട്ടാ കാരണം ഇവിടെ വാക്കുകൾ ഗൗരവം മനസ്സിലാക്കണല്ലോ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടി നേരത്തെ ലാസ്റ്റ് ഭാഗം മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാന്ന് പറയാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? ഏത് മുസ്ലിയാന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുത് എന്ന് പറയാൻ സാധിക്കുക? കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ്. പച്ചക്കള്ളം പറയും. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇതല്ല മുജാഹിദ് പ്രസ്ഥാനം. അത് നിങ്ങളുടെ സ്വഭാവമാണ്. ഇനി എന്താ ഹുസൈൻ സലഫി പറഞ്ഞത്? അത് ബാക്കി കൂടി കേട്ടോളൂ. അതിനാണ് പടച്ചോനാണോ ചോദിച്ചവരോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിഞ്ഞോളി എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വിഡ്ഢികളെ പോലെ ലോകത്തെ ആരെങ്കിലും അല്ലാഹു അല്ലാത്ത പടച്ചവന്മാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന വാശിയിലെത്തി. ഹൂ അല്ലാ ഹൂ അല്ലാ എന്നല്ലേ പലപ്പോഴും അവരും ചൊല്ലിയിരുന്നത്. ഇപ്പൊ പറയുന്നത് എന്താണ്? ഹൂ ഹൂ ആരാ? ഹൂ ഹൂ മടവൂര്, ഹൂ ഹൂ മടവൂര്. അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാന്ന് പറയാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? ഏത് മുസ്ലിയാന്മാർക്കാണ് മടവൂര് പടച്ചവനാണെന്ന് പറയരുതേ എന്ന് പറയാൻ സാധിക്കുക? കാരണം അവര് മുമ്പേ സമൂഹത്തെ പഠിപ്പിച്ചത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാം കേൾക്കും, കാണും, ഒക്കെ ശരി തന്നെയാണ്. റഹ്മാനായ റബ്ബ് എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം പടച്ചവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ ലോകത്ത് അല്ലാഹുവിന്റെ അമ്പിയാക്കള്, ഔലിയാക്കള്, അതേപോലെയുള്ള ആളുകളൊക്കെ അള്ള കാണും പോലെ കാണുന്നവര് തന്നെയാണ്. അവരും അള്ള കേൾക്കും പോലെ കേൾക്കുന്നവരാണ്. അവരും അള്ള കാണും പോലെ കാണുന്നവരാണ്. അവരും അള്ള അറിയും പോലെ അറിയുന്നവരാണ്. അവർക്കും അള്ളാഹ്ക്ക് കഴിവുള്ളതുപോലെ അവർക്കും പലതിനും കഴിവുള്ളവരാണ്. എല്ലാത്തിനും അവർക്കും കഴിവുണ്ട്. പക്ഷേ അപ്പൊ അത് തെറ്റല്ലേ എന്ന് ചോദിച്ച സർവ മുസ്ലിയാക്കളും പറയും, സർവ സഖാഫിമാരും പറയും, ഫൈസിമാരും പറയും, എന്ത്? സമൂഹമേ നിങ്ങൾ പഠിച്ചു വെച്ചോ. അവര് പറയുന്ന മറുപടി എന്താണ്? അതെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അള്ളയും മറ്റുള്ളവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അള്ളാടെ കഴിവൊക്കെ സ്വയം കഴിവാണ്, മറ്റുള്ളവരുടെ കഴിവൊക്കെ അള്ള കൊടുത്തതാണ്. അപ്പൊ അള്ള കൊടുത്തതാണ് എന്ന് വിശ്വസിച്ചാ പിന്നെ അള്ള കാണും പോലെ കാണും എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല. അള്ള കേൾക്കും പോലെ കേൾക്കും എന്ന് പറഞ്ഞാൽ ഒരു തകരാറുമില്ല. ഇങ്ങനെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ വിനയത്തോടെ ചോദിക്കുന്നത് മുസ്ലിയാക്കളോട്, നിങ്ങള് തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? ആ മടവൂരാണ് ഞങ്ങളെ പടച്ചോനെന്ന് പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഇതുവരെ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കെട്ടിപ്പൊക്കിയിട്ടുള്ള ചീട്ടുകൊട്ടാരത്തെ തകർത്തുകൊണ്ടല്ലാതെ അതിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. പടവൂരാര മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞ കുറെ ന്യായങ്ങളും വാദങ്ങളും ഉണ്ട്. ഇവിടെ സിഎം മടവൂർ മുദബ്ബിറുൽ ആലമാണ്, ലോകം നിയന്ത്രിക്കണോ, ഞാൻ ആവർത്തിക്കുന്നില്ല, പറഞ്ഞല്ലോ. അത് ജനങ്ങളിൽ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു. ആ ഒരു അവസ്ഥ ഉള്ള സ്ഥിതിക്ക് പിന്നെ ഒരാള് മടവൂര് പടച്ചോനാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പിന്നെ എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ആ ചോദ്യം. അതാണ് വിഷയത്തിന്റെ മർമ്മം. പക്ഷെ പകുതിയിലും മുറിച്ചു. അതാണ് അലവി സഖാഫി.
എന്നിട്ട് മുറിച്ചിട്ടോ കുറ്റം നമുക്കും ഇതാണ് ഹുസൈൻ സലഫി, ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, കള്ളം എന്നൊക്കെ പറഞ്ഞില്ലേ, അത് നിങ്ങളെ തലേക്ക് തന്നെ വെച്ചില്ല കെട്ടിക്കുട്ടിക്കൂടി. ഇനിയോ പിന്നെ അലവി സഖാവി പറഞ്ഞ മറ്റൊരു വിഷയം എന്താ അറിയോ, ഇത് മറുപടി കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അവര് പറഞ്ഞത് ഇരുന്ന് കേട്ടിട്ട് തന്നെ വരുന്നതാണ്. ഇനി നമ്മളെ ഈ പ്രസംഗം കളിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് ഇല്ലാത്തതോ ദുർവ്യാഖ്യാനങ്ങളോ നിങ്ങൾ പറയാത്തത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ക്ലിപ്പേറ്റ് വരട്ടെ, എന്നിട്ട് ആളുകൾ ഒരു കാര്യങ്ങൾ പഠിക്കട്ടെ.